പള്ളുരുത്തി സംഗമം റെസിഡൻസ് അസോസിയേഷന്റെ 19ാം വാർഷികാഘോഷം കൊച്ചി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ നൽകുന്ന മികച്ച മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരം മെട്രോ 7 ന്യൂസ് കൊച്ചി റിപ്പോർട്ടർ റിഡ്ജൻ റിബെല്ലോയ്ക്ക് ലഭിച്ചു. പള്ളുരുത്തി സംഗമം റെസിഡൻസ് അസോസിയേഷൻ 19 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. റാവു ബ്രദേഴ്സ് പരിസരത്ത് നടന്ന ആഘോഷ പരിപാടികൾ കൊച്ചി നഗരസഭ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തു ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മനുഷ്യനെ മരണത്തിന് ശേഷം ഓർത്തിരിക്കൂ. ഒരുപാട് മനുഷ്യർ ജീവിച്ചിരിക്കും സമൂഹത്തിന്. ഒരുപാട് ആളുകളെ നമ്മൾ ഓർത്തിരിക്കാറില്ല. യേശുദേവനെ എന്തുകൊണ്ടാണ് ഓർത്തിരിക്കുന്നത്? മുഹമ്മദ് നബി എന്തുകൊണ്ടാണ് ഓർത്തിരിക്കുന്നത്? ശ്രീനാരായണ ഗുരുദേവൻ എന്തുകൊണ്ടാണ് ഓർത്തിരിക്കുന്നത്? അയ്യങ്കാളിയെയും പണ്ഡിറ്റ് കറുപ്പനെയും ഒക്കെ ഓർത്തിരിക്കുന്നത് അവരവരുടെ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ നന്മകൾ കൊണ്ടാണ്. സംഗമം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ രമണയ്യ ചടങ്ങിൽ അധ്യക്ഷനായി. 25ാം വാർഷിക നിറവിൽ എത്തി നിൽക്കുന്ന പുലരി കുടുംബശ്രീ അംഗങ്ങൾ അവതരിപ്പിച്ച വെൽക്കം ഡാൻസും സഖി കുടുംബശ്രീയിലെ കലാകാരികൾ അവതരിപ്പിച്ച നൃത്തവിസ്മയവും ആഘോഷങ്ങൾക്ക് കൂടുതൽ മാറ്റുകൂട്ടി. റെസിഡൻസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി കുഞ്ഞുമോൾ ഉണ്ണി ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. കൊച്ചി കോർപ്പറേഷൻ 12ാം ഡിവിഷൻ കൌൺസിലർ സോണി കെ ഫ്രാൻസിസ്, KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം, ഖാദികൻ ഇടക്കൊച്ചി സലീം കുമാർ, സിനിമാ താരങ്ങളായ സാജൻ പള്ളൂരുത്തി, സുധി കോപ്പ, എഡ്രാക് എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് AA ജോർജ്, എഡ്രാക് പള്ളൂരുത്തി മേഖലാ സെക്രട്ടറി അഫ്സൽ എന്നിവർ സംസാരിച്ചു. വയസ്സായ അച്ഛനമ്മമാരിൽ മാത്രം താമസിക്കുന്ന അവര് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അവരുടെ മക്കളൊക്കെ ഓസ്ട്രേലിയയും കാനഡയിലും ഒക്കെ ആയിരിക്കും. പോയവന്മാരൊന്നും ഇങ്ങോട്ട് തിരിച്ചു വരാനും സാധ്യത വളരെ കുറവാണ്. ഒരു വർഷം കൂടി പിന്നിട്ടാൽ ശരിക്ക് 20ലേക്ക് പ്രവേശിക്കുന്ന ഒരു നല്ല നാളിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ്. ആ സ്തുത്യർഹമായ കർമ്മം ഇവിടെ നടക്കുമ്പോൾ തുടർച്ചയായിട്ടുള്ള ആഘോഷങ്ങളിലെല്ലാം ഞാനൊരു കുടുംബാംഗം പോലെ ഇവിടെ പങ്കുചേർന്നിട്ടുണ്ട്. എന്ന് രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെ അവകാശ പോരാട്ടങ്ങൾക്ക്, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻകൈ എടുത്തുകൊണ്ട് അധികാരികളുടെ മുമ്പിൽ അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ, അവ നേടിയെടുക്കുന്ന കാര്യങ്ങളിൽ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളെ കവച്ചു വെക്കുന്ന രീതിയിൽ ചില റെസിഡന്റ് അസോസിയേഷന്റെ പ്രസിഡന്റുമാരും അതിന്റെ കൂട്ടായ്മകളും ഒക്കെ മുമ്പോട്ട് പോകുമ്പോൾ SSLC +2 ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കുട്ടികൾക്കായി മിഠായി പെറുക്കൽ, 100 മീറ്റർ ഓട്ടം, ക്യൂസ് അടക്കം നിരവധി മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാ മത്സരങ്ങളും അരങ്ങേറി. തെരുവിൽ കഴിയുന്നവർക്കായി ഭക്ഷണം നൽകി നന്മയുടെ മുഖമായി മാറിയ MX ജൂഡ്സൺ, സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായ സേവ്യർ J, മെട്രോ 7 ന്യൂസ് കൊച്ചി റിപ്പോർട്ടർ റിഡ്ജൻ റിബെല്ലോ എന്നിവരെ VA ശ്രീജിത്ത് ചടങ്ങിൽ ആദരിച്ചു. നിങ്ങളെല്ലാവരെയും കരുതലോടുകൂടെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷനായിട്ട് ഈ സംഗമം റെസിഡൻസ് അസോസിയേഷൻ മാറിയപ്പോൾ അത് ഇന്ന് നാടിന് ഒരു വെളിച്ചമായിട്ടും ഇന്ന് മറ്റു പല സ്ഥലങ്ങളിലും കാണാത്തൊരു പ്രത്യേകത, ഇവിടെ എല്ലാവരെയും രാവിലെ മുതൽ വിളംബര ജാഥ നടത്തിയും കായിക മത്സരങ്ങൾ നടത്തിയും ഒക്കെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് കാണുന്നു. അതുതന്നെയാണ് നിങ്ങളുടെ ഈ പ്രദേശത്ത് ഈ ഒരു സംഗമം റെസിഡൻസ് അസോസിയേഷനെ ഏറ്റവും മഹത്തരമാക്കുന്നതും ജനമനസ്സുകളിലേക്ക് കൊണ്ടുവരുന്നതും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ രമണയ്യ, വൈസ് പ്രസിഡന്റ് TA പീറ്റർ, സെക്രട്ടറി PK ബിജു, ജോയിന്റ് സെക്രട്ടറി കുഞ്ഞുമോൾ ഉണ്ണി, ട്രഷറർ ജിജി സെബാസ്റ്റ്യൻ എന്നിവരാണ് സംഘാടക സമിതി ഭാരവാഹികൾ. ന്യൂസ് ബ്യൂറോ കൊച്ചി. ഹക്കോ ലേക്ക് വ്യൂ, കല്ലഞ്ചേരി, കുമ്പളങ്ങി വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. റെസ്റ്റോറന്റ് പ്രവർത്തന സമയം 4 PM to 10 PM. 400ഓളം പേർക്ക് ഇരിക്കുവാൻ സൗകര്യപ്രദമായ ഹാൾ, കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഒരുക്കിയിരിക്കുന്നു.